സർ, 8 മിനിറ്റ്. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സർ. സർ, ഒരു ആധികാരികതയും ഇല്ലാതെ പാലക്കാട് അംഗം ഇവിടെ വന്ന് ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ടൊരു പുതിയ അംഗം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഒന്ന് ക്ലാസ് കൊടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ തയ്യാറാകണം. അതല്ലെങ്കിൽ സാധാരണ പുതിയ നിയമസഭാ അംഗങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പം അത്തരം ക്ലാസ് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെ തയ്യാറാകണം എന്നതാണ് ഇവിടെ ആദ്യമായി പറയാനുള്ളത്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ മോശമായ രൂപത്തിലേക്കുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. സാർ, 38,426 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. സാർ, 2,444 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. 210 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് 14 ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് കഴിഞ്ഞ മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ച് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടന്നു. സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് ഈ നിലയിലേക്ക് സംഘടനാപരമായി സമ്മേളനങ്ങൾ നടത്താൻ ആവശ്യമായ കരുത്തുണ്ടോ എന്ന ചോദ്യമാണ് സാർ ഈ ചർച്ചയുടെ ഭാഗമായി ഉയർത്തുന്നത്. അപ്പോൾ നേരത്തെ ഇവരുടെ വിദ്യാർത്ഥി സംഘടന KSU നെയ്യാറിൽ വെച്ചുകൊണ്ടൊരു പഠന ക്യാമ്പ് നടത്തി. അതിൻ്റെ അടിയും ബഹളമൊന്നും ഇപ്പോഴും അവസാനിക്കാത്ത സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന വേളയിലാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ രൂപത്തിലേക്കുള്ള ആക്ഷേപങ്ങളെല്ലാം ദയവ് ചെയ്ത് നിർത്തണമെന്നാണ് പറയാനുള്ളത്. സാർ, കേരളത്തിനകത്ത് പൊതുവിൽ കഴിഞ്ഞ 9 വർഷക്കാലം എന്ന് പറയുന്നത് മികവിൻ്റെ കാലമായിരുന്നു. സാർ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3.5 വർഷത്തിനിടയിൽ കേരളത്തിൽ 100 പാലങ്ങളാണ് നിലയിൽ വന്നത്. വളരെ മനോഹരമായ പാലങ്ങൾ. സാർ, ഈ 2026 ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കുമെല്ലാം ഒരു 150 പാലങ്ങൾ കൂടി പണി പൂർത്തിയാക്കും. അപ്പോൾ 250 പാലങ്ങൾ കേരളത്തിലാകെ വരുന്നു. അത് UDFൻ്റെ കാലത്ത് ലീഗിൻ്റെ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായ പാലാരിവട്ടം പാലങ്ങളെ പോലെയല്ല സാർ. വളരെ മികവാർന്ന പാലങ്ങൾ കേരളത്തിൻ്റെ കണക്ടിവിറ്റി എന്ന രൂപത്തിൽ അതിവേഗത്തിൽ ഇവിടെ ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കാണാം. നേരത്തെ പ്രിയപ്പെട്ട ദലീമ അംഗം ഉൾപ്പെടെ പറഞ്ഞത് പെരുമ്പളം പാലം ഉൾപ്പെടെ 10,000-ഓളം വരുന്ന ജനങ്ങൾ വസിക്കുന്ന ആ പ്രദേശത്ത് ഉൾപ്പെടെ പാലങ്ങൾ വരുന്ന കാഴ്ച കേരളത്തിൻ്റെ സ്വപ്നതുല്യമാർന്ന കാഴ്ചയാണ്. സാർ, കേരളത്തിൽ എങ്ങനെയാണ് ധനം സമാഹരിക്കുന്നത് എന്ന് കഴിഞ്ഞ 3.5 വർഷക്കാലമായി ശ്രദ്ധേയമായ ഇടപെടൽ റെസ്റ്റ് ഹൗസ് ഉൾപ്പെടെയുള്ളവ ജനകീയമാക്കിയതിലൂടെ ഈ സർക്കാർ കേരളത്തിൽ കാണും. ഇപ്പോൾ 2021 നവംബർ 1 മുതൽ ഈ 2024 ഡിസംബർ 31 വരെയുള്ള കാലയളവിലേക്ക് 3.5 ലക്ഷം ബുക്കിങ്ങിലൂടെ 21,22 ലക്ഷം രൂപയാണ് ഇപ്പോൾ റെസ്റ്റ് ഹൗസിൻ്റെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിലൂടെ മാത്രം കിട്ടിയത്. സാർ, ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഈ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കാണാം. ഇപ്പോൾ KSRTC ഉൾപ്പെടെ മിതമായ രീതിയിൽ മികച്ച ഡ്രൈവിംഗ് എന്ന ക്യാപ്ഷനോടുകൂടി കുട്ടികൾക്ക് അതല്ലെങ്കിൽ മുതിർന്നവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉൾപ്പെടെയുള്ള പരിശീലനം നടക്കുന്നു. 27,86,000 രൂപ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലാഭം കിട്ടി. ഏതാണ്ട് 661 പേർ ഡ്രൈവിംഗ് പഠനത്തിന് വേണ്ടി KSRTCയിൽ ചേരുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായി കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ടൂറിസം മേഖലക്കകത്തുണ്ടായ മാറ്റമാണ്. ആ ടൂറിസം രംഗത്ത് വളരെ മനോഹരമായി സ്ത്രീപക്ഷ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. സാർ, തനിച്ചും ഗ്രൂപ്പായുമെല്ലാം യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ കാഴ്ചകൾ കാണാൻ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ഏറ്റവും മികവാർന്ന ഒരു സ്ത്രീപക്ഷ ടൂറിസം സെക്ടറായി കേരളം മാറാൻ വേണ്ടി വന്നു. 2025 ഡിസംബറോടുകൂടി സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി കേരളം മാറുന്നു. 1.5 വർഷത്തിനിടയ്ക്ക് 38,000-ഓളം വരുന്ന വനിതകൾ കേരളത്തിൽ ഒരു പ്രയാസവുമില്ലാതെ യാത്ര ചെയ്യാനും ടൂറിസത്തിൻ്റെ സാധ്യതകൾ കാഴ്ചകൾ കാണാനും ഒക്കെ സാധിക്കുന്ന സ്ഥിതി പൊതുവിൽ കേരളത്തിലുണ്ടായി. സാർ, 2025 അവസാനത്തോടുകൂടി കേരളത്തിനകത്ത് ഏറെ കാലമായി നമ്മുടെ സംസ്ഥാനം ആഗ്രഹിച്ച ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. സാർ, ചെറിയ കാര്യമല്ല. ഈ ദേശീയപാതക്കാവശ്യമായ സ്ഥലം അതിവേഗത്തിൽ ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അവിടങ്ങളിലെല്ലാം വളരെ മനോഹരമായ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന രൂപത്തിലേക്ക് ദേശീയപാത
വികസനം 2025 പൂർത്തിയാകുന്നു. അതോടൊപ്പം തന്നെ മലയോര ഹൈവേ ഉൾപ്പെടെ 2026 പൂർത്തിയാകുമെന്നത് നിസ്സംശയം ഈ ഗവൺമെൻറ് ഭാഗമായി പറയാൻ വേണ്ടി സാധിക്കും. സാർ, ഇവിടെ കേരളത്തിനകത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സക്രിയമായി അതിൻ്റെ എല്ലാ നിർവഹണങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 1,80,887 പട്ടയങ്ങൾ കേരളത്തിൽ നൽകി. ചെറിയ കാര്യം. എത്രയോ ഭൂമി സർക്കാരിൻ്റെ രേഖ എന്ന രൂപത്തിൽ പട്ടയം കഴിഞ്ഞ 20 വർഷക്കാലമായി പല കാരണങ്ങൾ കൊണ്ട് കിട്ടാത്ത നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾക്കാണ് ഈ കേരളത്തിനകത്ത് പട്ടയം ലഭിക്കുന്ന കാഴ്ചയുണ്ടായി. ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് 1,20,000 പേർക്ക് കൂടി പട്ടയം കൊടുക്കാൻ ആവശ്യമായ വർക്ക് ഏറ്റവും കൃത്യതയോടുകൂടി നടക്കുന്നത് കൊണ്ട് റവന്യൂ വകുപ്പ് ആ മേഖലകളിലെല്ലാം വളരെ സക്രിയമായി ഇടപെടൽ നടത്തുന്ന കാര്യം ഈ കേരളത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവേ അതിവേഗത്തിൽ കേരളത്തിൽ പുരോഗമിക്കുന്നു. നിലവിൽ 5 ലക്ഷത്തിലേറെ വരുന്ന ഹെക്ടർ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തി ഈ രാജ്യത്തിന് മാതൃകയാകുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ കേരളം ഡിജിറ്റൽ സർവേ ഉൾപ്പെടെ നടത്തുന്നു. ഏതാണ്ട് 23 തരം സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഓൺലൈനിലായി. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ജനങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ ഏറ്റവും കൃത്യതയോടുകൂടി അതിവേഗത്തിൽ ഇടനിലക്കാരില്ലാതെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ വളരെ പെട്ടെന്ന് ലഭ്യമാകാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് 23 തരം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി. 10 കോടിയോളമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സാർ, 514 വില്ലേജുകൾ ഈ കേരളത്തിനകത്ത് സ്മാർട്ട് വില്ലേജുകളായി മാറുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ആ നിലയിലേക്ക് നമ്മുടെ കേരളം മുന്നേറുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, കേരളത്തിൻ്റെ വികസനം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ച ചെയ്യുന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലയിലും ശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. സാർ, ഈ രൂപത്തിൽ വലിയ രൂപത്തിലേക്കുള്ള സാമ്പത്തികമായ ഉപരോധം കേരളത്തിനോട് കേന്ദ്രം എടുക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ നികുതി വിഹിതവും അതോടൊപ്പം തന്നെ പദ്ധതികളുമൊക്കെ ഇല്ലാതാക്കുന്ന സമീപനമാണുള്ളത്. എന്നാൽ ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ കേരള സർക്കാർ ജനപിന്തുണയോടുകൂടി തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി വികസന ക്ഷേമ പദ്ധതികളായാലും അതോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളായാലും കേരളത്തിന് പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമീപനങ്ങളാണ് സാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ തീർച്ചയായും സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള എല്ലാ മേഖലയിലുമുള്ള ഏറ്റവും ക്രിയാത്മകമായ മുന്നേറ്റങ്ങൾ കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും ആ നിലയിലേക്ക് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. സാർ, എന്നാൽ പ്രതിപക്ഷവും ഏതാനും ചില മാധ്യമങ്ങളും അന്ധമായ ഇടതുപക്ഷ ഗവൺമെൻറ് വിരോധം കൊണ്ട് ഇവിടെ ഈ കേരളം തകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സാർ, അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നത് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്ന കാര്യമാണ്. സാർ, 2 തവണ ഈ ഗവൺമെന്റ് ഇപ്പോൾ അധികാരത്തിൽ വന്നു. 2 മൂന്നത്ത് എന്ന് പറയുന്നത് പോലെ 3-ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ